ഇതെല്ലാവർക്കും എന്റെ എന്റെ ഭാഗത്തു നിന്നൊരു നന്ദി പറയാണ്. എന്തായാലും നമുക്ക് ഡയറക്റ്റ് ഞാൻ പ്രസന്റേഷനിൽ കിടക്കാം. ഇന്നത്തെ വിഷയം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ റാഫിക്ക് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ നമ്മുടെ നിലവിലുള്ള ഡിസൈൻ വിദ്യാഭ്യാസ മേഖലകളുടെ സാധ്യതകൾ, സ്ഥാപനങ്ങള്, ഇത്തരം സ്ഥാപനങ്ങളിൽ എങ്ങനെ പഠിക്കാം, ഇന്ത്യയിലെ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് കുറഞ്ഞ സമയത്ത് ടച്ച് ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബേസിക്കലി നമ്മൾ ഡിസൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും ഡിസൈൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ തിരിച്ചു ചോദിക്കുന്നത് ആർക്കിടെക്ചർ ആണോ അതോ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ആണോ അല്ലെങ്കിൽ കുറച്ചും കൂടി അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ ആണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഡിസൈൻ എന്ന് പറയുന്ന ഫീൽഡ് ഭയങ്കര വിശാലമാണ്. അപ്പോൾ നമ്മൾ അറിയുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിസിപ്ലിൻസ് ഡിസൈനിലുണ്ട്. അപ്പൊ എന്താണ് ഗ്രാഫിക് ഡിസൈൻ അല്ലെങ്കിൽ ഡിസൈനും ആർക്കിടെക്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് കിട്ടാത്തൊരു ഐഡിയ എല്ലാവർക്കും. ഇപ്പൊ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് കുറെ കൂടി ബിൽഡിങ്സ് അല്ലെങ്കിൽ സ്പേസസ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, എങ്ങനെ ടൗൺഷിപ്സ് ഡിസൈൻ ചെയ്യാം, എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതിന്റെ ഒരു ബേസിക് ഐഡിയ ആണ് ബേസിക് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ. പക്ഷെ ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ആർക്കിടെക്ചർ ഡിസൈനിന്റെ ഒരു ശാഖയാണെന്ന് പറയാം. പക്ഷെ ഡിസൈനിൽ അതിന് പുറമെ പല വ്യത്യസ്ത ഡിഫറെന്റ് ആയിട്ടുള്ള മേഖലകളും ഉണ്ട്. അപ്പോ ബേസിക് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഡിഫറെന്റ് ഫീൽഡ്സ് ഇൻ ഡിസൈൻ എന്ന് നോക്കിയാൽ ബേസിക്കലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 സെക്ഷൻ ആയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോ ഇൻഡസ്ട്രിയൽ ഡിസൈൻ, കമ്മ്യൂണിക്കേഷൻ, ടെക്സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, എന്താണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത് ചോദിച്ചാൽ ഇൻഡസ്ട്രിയൽ ഡിസൈൻ കുറച്ചും കൂടി പ്രൊഡക്റ്റ് ഡിസൈൻ ഓറിയന്റഡ് ആണ്. അങ്ങനെ പറയുമ്പോൾ ഇൻഡസ്ട്രിയലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഇപ്പോൾ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, ഫർണിച്ചർ ആയിക്കോട്ടെ, നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്ട്സും, നമ്മുടെ ചുറ്റും കാണുന്ന, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ ആകട്ടെ, നമ്മുടെ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻസ് ആയിക്കോട്ടെ, ടേബിൾ ആയിക്കോട്ടെ, എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയ വസ്തു മുതൽ നമ്മൾ വലിയ സ്പേസസ് വരെ ഡിസൈൻ ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡസ്ട്രിയൽ ഡിസൈനിൽ ആണെങ്കിൽ ഡിഫൈൻ ചെയ്യാം. പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ പ്രൊഡക്ട്സ് ഡിസൈൻ ചെയ്യാന്നുള്ളത്. അതായത് വാട്ടർ ബോട്ടിൽസ് അല്ലെങ്കിൽ ചെയർസ്, ഫർണിച്ചർ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ പ്രൊഡക്റ്റ് ഡിസൈനിൽ വരുന്നത്. പ്രൊഡക്റ്റ് ഡിസൈനിൽ വരുന്നത് തന്നെയാണ് എന്ത് ഫർണിച്ചർ ഡിസൈൻ എന്ന് പറയുന്നത്. ഫർണിച്ചർ ഡിസൈൻ എനിക്ക് തോന്നുന്നു കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഫർണിച്ചർ, അതിന്റെ പിന്നിലൊക്കെ ഒരു ഡിസൈനർ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിസൈനർ വരച്ച സ്കെച്ചിൽ നിന്നാണ് ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടായി വരുന്നത്. ആ സ്കെച്ചിൽ നിന്ന് രൂപപ്പെടുത്തി എങ്ങനെയാണ് ഒരു മനുഷ്യൻ അത് ആ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെയറിൽ ഇരിക്കുമ്പോൾ എത്രത്തോളം അയാൾക്ക് കംഫർട്ട് ഉണ്ടാവും, എത്രത്തോളം അയാൾ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം എന്നൊക്കെ ചിന്തിച്ച് പല ആംഗിളിലൂടെ ചിന്തിച്ചിട്ടാണ് ഓരോ പ്രൊഡക്ട്സ് നമ്മൾ കൈകളിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒന്നാണ് ഇന്റീരിയർ ഡിസൈൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സ്പേസിന്റെ, ഒരു സ്ഥലത്തിന്റെ ഉള്ളിലെ സ്പേസ് എങ്ങനെ യൂസ്ഫുൾ ആയ രീതിയിൽ ഡിസൈൻ ചെയ്യാം, എന്തൊക്കെ എവിടേക്ക് എങ്ങനെയൊക്കെ വെക്കണം, എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം ഓരോ സ്ഥലത്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പറയുന്ന ഇന്റീരിയർ ഡിസൈൻ. അതുപോലെ തന്നെ ഗ്ലാസ് ആൻഡ് സെറാമിക് ഡിസൈൻ, ഗ്ലാസ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സെറാമിക് ഉപകരണങ്ങൾ, ഇതൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് സാധനമാണ് ഗ്ലാസ് ആൻഡ് സെറാമിക് ഡിസൈൻ എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഡിസൈൻ നമുക്ക് അറിയാം എന്താണ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മളുടെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഓരോ കാറും അല്ലെങ്കിൽ ബൈക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് വാഹനങ്ങളായിക്കോട്ടെ എല്ലാം എഞ്ചിനീയേഴ്സിന്റെ അടുത്തേക്ക്, എഞ്ചിനീയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് കൂടെ തന്നെ ഡിസൈനേഴ്സ് എങ്ങനെ ആയിരിക്കണം അതിന്റെ ഷേപ്പ്, എങ്ങനെ ആയിരിക്കണം അതിന് ആളുകൾ ഉപയോഗിക്കുന്നത്, എവിടേക്ക് എന്തൊക്കെ എന്താ പറയാ ഫീച്ചേഴ്സ് വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഡിസൈനേഴ്സ് ആണ്. ടോയ് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ടോയ്സ് സ്പെസിഫിക് ആയിട്ട് ഏജ് ഗ്രൂപ്പിന് എങ്ങനെ എന്തൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ടോയ്സ് കൊണ്ടുവരണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ഡിസിപ്ലിനാണ് ടോയ് ഡിസൈൻ. ഇതൊക്കെ ഇത്രയും ഡിസിപ്ലിൻസ് മാത്രമല്ല ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഉള്ളത്. ബേസിക്കലി നമുക്ക് പറയുമ്പോൾ പറഞ്ഞു പോവാവുന്ന കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അല്ലെങ്കിൽ കുറച്ച് ശാഖകളാണ് ഇൻഡസ്ട്രിയൽ ഡിസൈനിലെ ഈ പറഞ്ഞ ഡിസൈൻസ്. കമ്മ്യൂണിക്കേഷൻ ഡിസൈനിലോട്ട് വരുമ്പോൾ നമ്മൾ ചുറ്റും കാണുന്ന വിഷ്വലി, നമ്മൾ കാഴ്ചയിൽ പതിയുന്ന എന്തായിക്കൊള്ളട്ടെ, നമ്മുടെ വിഷ്വലി അപ്പീൽ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ്സ് മുതൽ നമ്മളുടെ ചുറ്റുമുള്ള കമ്പനികളുടെ ലോഗോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ബ്രാൻഡ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ആ ഒരു ബ്രാൻഡിനെ അല്ലെങ്കിൽ കമ്പനീനെ സ്ട്രക്ചർ ചെയ്ത് വെച്ചേക്കുന്നത്, എന്താ അതിന്റെ കാണാൻ അതിന്റെ കാഴ്ചയിൽ നമ്മളൊരു ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ ഒരു സാംസങ് എന്ന് പറയുന്ന കമ്പനി, ആപ്പിളിന്റെ പ്രൊഡക്ട്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അത് ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. കാരണം ഒന്ന് അതിന്റെ ലോഗോ ആയിരിക്കാം നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പരസ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ ഫോണിന്റെ ഇന്റർഫേസ് അല്ലെങ്കിൽ ഫോണിന്റെ നമ്മൾ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ആപ്പിൾ ആണ്. അല്ലെങ്കിൽ സാംസങ് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളുടെ ഫോൺ നമുക്ക് കാണാൻ മനസ്സിലാകുന്നത് സാംസങ് ആണെന്നുള്ളത്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ അല്ലെങ്കിൽ വിഷ്വൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ എന്നുള്ള
ഇതിന് കീഴിൽ വരുന്ന ഡിസിപ്ലിൻസിൽ എന്താ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ ഗ്രാഫിക് ഡിസൈൻ ബേസിക്കലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഡ്വർടൈസ്മെന്റ്സ് എങ്ങനെയാണ് എഴുത്തുകളും ചിത്രങ്ങളും ഒക്കെ ലേ ഔട്ട് ചെയ്ത് നമ്മൾ ചുറ്റും കാണുന്ന അഡ്വർടൈസ്മെന്റ്സ് ആയിക്കോട്ടെ, ലോഗോ ഡിസൈൻസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമുക്ക് വിഷ്വലി നമുക്ക് കാണുന്ന എല്ലാ സാധനങ്ങളും ഗ്രാഫിക് ഡിസൈനിലേക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. പിന്നെ അനിമേഷൻ ഡിസൈൻ, നമ്മൾ പലപ്പോഴും അനിമേഷൻസ് കാണാറുള്ളതാണ്. നമ്മളുള്ള പല കാര്യങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അനിമേഷൻ യൂസ് ചെയ്യാറുണ്ട്. അനിമേഷൻ മൂവീസ് ഒരുപാടുണ്ട്. അപ്പോൾ അനിമേഷൻ എന്ന് പറയുന്നതും കമ്മ്യൂണിക്കേഷൻ ഡിസൈനിന്റെ കീഴിൽ വരുന്നതാണ്. എക്സിബിഷൻ ഡിസൈൻ, എങ്ങനെയാണ് ഒരു എക്സിബിഷൻ സെറ്റ് ചെയ്യുന്നത്. ഒരു എക്സിബിഷൻ, നമ്മൾ എക്സിബിഷൻ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ പിന്നിലൊരു പ്ലാനിങ് ഉണ്ട്. അത് എങ്ങനെയായിരിക്കണം, സ്പേസസ് ഓരോന്നും എങ്ങനെ ആയിരിക്കണം, ഓരോ സാധനങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ വെക്കണം, ഓരോന്നിന്റെയും കൂടെ എത്രത്തോളം വിഷ്വൽസ് വേണം, എത്രത്തോളം ഇൻഫർമേഷൻസ് നമ്മൾ എങ്ങനെയൊക്കെ കൺവേ ചെയ്യണം എന്നുള്ളതൊക്കെ എക്സിബിഷൻ ഡിസൈനിലാണ് വരുന്നത്. ഇപ്പൊ UX എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, ഭയങ്കര ബൂം ചെയ്യുന്ന ഒരു ഡിസൈൻ ശാഖയാണ്. കാരണം ഡിജിറ്റൽ ഇന്റർഫേസ്, അതായത് UX എന്ന് പറയുന്നത് യൂസർ ഇന്റർഫേസ് ആൻഡ് യൂസർ എക്സ്പീരിയൻസ് ആണ് ബേസിക്കലി പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഡിജിറ്റൽ ഡിവൈസസ് ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഏത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റലി നമ്മൾ യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം ഇന്റർഫേസ് നമ്മൾ കാണുന്ന സ്ക്രീനിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ വരണം. അപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ, നിങ്ങളിപ്പോ ഗൂഗിൾ മീറ്റിലാണ് എല്ലാവരും നമ്മളിപ്പോ ഈ പ്രസന്റേഷൻ കാണുന്നതല്ലേ. അപ്പൊ ഈ പ്രസന്റേഷനിൽ പോലും നമ്മുടെ കോൾ, അതായത് പ്രസന്റേഷൻ, അതായത് ഈ മീറ്റിൽ നമ്മൾ എപ്പോ എങ്ങനെ ലീവ് ചെയ്യണം, അതിനൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടന്റെ കളർ എന്തായിരിക്കണം, ആ ബട്ടൺ എവിടെയായിരിക്കണം പ്ലേസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ മൈക്ക് ഓൺ ആക്കുന്നത്, വീഡിയോ ഓൺ ആക്കുന്നത് എവിടെയായിരിക്കണം. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്റെ എന്റെ പ്രൊഫൈൽ പിക്കിന്റെ കൂടെ ആ ഒരു വേവ്സ് ഇങ്ങനെ പോകുന്നത് കാണാം, അതെങ്ങനെ ആയിരിക്കണം. അപ്പോ ഓരോ ഞാൻ ബേസിക്കലി ഈ ഒരു സ്ക്രീനിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എവിടെയാണ് ക്ലോക്ക് വരുന്നത്, എവിടെയാണ് നമ്മൾ ഡേറ്റ് കാണിക്കുന്നത്, എവിടെയാണ് വാട്സപ്പിന്റെ ഐക്കൺ വരുന്നത്, എവിടെയാണ് ഇൻസ്റ്റഗ്രാം നമ്മൾ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിന്റെ ഐക്കൺ വരുന്നത്. നമ്മൾ വാട്സപ്പ് തുറക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം ആളുകളെ കാണിക്കേണ്ടത്, നമ്മളൊരു വാട്സപ്പ് നോക്കുമ്പോൾ കോണ്ടാക്ടിന്റെ പേര് എങ്ങനെ ആയിരിക്കണം, ഒരയച്ച മെസ്സേജ് എങ്ങനെയാണ് കാണിക്കേണ്ടത്, ഇതെല്ലാം അതായത് ഒരു സ്ക്രീനിൽ വരുന്ന എലമെന്റ്സ് എങ്ങനെയൊക്കെ ആളുകൾക്ക് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ വരണം എന്ന് തീരുമാനിക്കുന്നത് UX ഡിസൈനേഴ്സ് ആണ്. അപ്പൊ നമ്മൾ കാണുന്ന ഏത് വലിയ വലിയ കമ്പനികളാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, ഇതിന് പിന്നിലൊക്കെ ഈ സ്പെസിഫിക് ഡിസൈൻ ഡിസിപ്ലിൻസിൽ സ്പെസിഫിക് ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഇപ്പോൾ UX എന്ന് പറയുന്നത് വളരെ വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ ബേസിക്കായിട്ട് പറയാൻ. ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നതാണ്. ചിത്രം പിടിക്കുക, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നുള്ളത് ജസ്റ്റ് നമ്മൾ ഫോണിൽ എടുക്കുന്നതിനപ്പുറം അത് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു വലിയൊരു മേഖലയാണ്. ഗെയിം ഡിസൈൻ, നമുക്ക് ഗെയിം കളിക്കുന്ന ഒരുപാട് പേര്, നമ്മളൊക്കെ ഗെയിം കളിക്കുന്നവരാണ്, ഗെയിം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഡിസൈൻഡ് ആണ്. അതായത് ഒരു ഗെയിം ഒരു കളിക്കുന്ന ഒരു കുട്ടിയെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ അതൊരു ആസ്വാദകരമാക്കാൻ അതിന്റെ പിന്നിൽ ഒരുപാട് റിസർച്ചും പഠനങ്ങളും, എങ്ങനെ ആയിരിക്കണം ഗെയിമിന്റെ സ്റ്റാർട്ടിങ്, എങ്ങനെ ആയിരിക്കണം കഥ പോകുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കണം ഗെയിമിലെ ക്യാരക്ടേഴ്സ് ഇന്ററാക്ട് ചെയ്യുന്നത്, ഇതെല്ലാം ഗെയിം ഡിസൈനേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പോ ഇതെല്ലാം ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിൽ വരുന്ന ബേസിക് ഫീൽഡ്സ് ആണ്. പെട്ടെന്ന് പറയാം. ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ അതിൽ വരുന്നതാണ് ഫാഷൻ ഡിസൈൻ, ടെക്സ്റ്റൈൽ, നിറ്റ്വെയർ, ലെതർ, ആക്സസറി, കോസ്റ്റ്യൂം ഡിസൈൻ എന്ന് പറയുന്നത്. ബേസിക്കലി പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ എന്തൊക്കെ ആയിക്കോട്ടെ, നമ്മൾ വസ്ത്രം മുതൽ നമ്മള് ബെഡ്ഷീറ്റ്, നമ്മളെ കർട്ടൻസ് തുടങ്ങി നമ്മള് കാർപ്പറ്റ്, ഇതെല്ലാം ഒരു ക്രാഫ്റ്റ്സ്മാന്റെ അപ്പുറത്തേക്ക് അതിന്റെ കൂടെ തന്നെ ഒരു ഡിസൈനറും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷർട്ടിലെ പ്രിന്റ് എങ്ങനെ ആയിരിക്കണം, സ്ട്രൈപ്സ് ആയിരിക്കണോ, അതോ ചെക്ക് ഷർട്ട് ആയിരിക്കണോ, അല്ലെങ്കിൽ പ്രിന്റ് ആണോ വരേണ്ടത്, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഇമേജസ് ആണോ നമ്മുടെ ഷർട്ടിൽ വരേണ്ടത്, നമ്മൾ ചുരിദാർ കാണുമ്പോൾ അതിൽ എങ്ങനത്തെ ഡിസൈൻ ആണ് വേണ്ടത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ടെക്സ്റ്റൈൽ പല ഡിസൈനിൽ. അതുപോലെ തന്നെ നമ്മൾ നിറ്റ്വെയർ, നമ്മൾ സ്പോർട്സുമായി റിലേറ്റഡ് ചെയ്ത് പറയുന്ന വസ്ത്രങ്ങൾ എങ്ങനെ ആയിരിക്കണം, അത് ഒരു സ്പോർട്സിൽ ഒരു സ്പോർട്സ് പേഴ്സൺ എത്രത്തോളം കംഫർട്ട് ആവുന്ന രീതിയിൽ അത് ഉണ്ടാക്കണം, എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം അതിന്റെ ഷേപ്പ് എന്നുള്ളത്. ലെതർ ഡിസൈൻ, ലെതർ പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ അതുപോലെ തന്നെ ആക്സസറി, അതായത് ജ്വല്ലറീസ്, പറയുന്ന മറ്റു ആക്സസറി നമ്മൾ യൂസ് ചെയ്യുന്ന വാച്ച് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇതെല്ലാം ആക്സസറി ഡിസൈനിന്റെ കീഴിൽ വരുന്നതാണ്. പിന്നെ കോസ്റ്റ്യൂം ഡിസൈൻ, നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ അപ്പാരൽ, നമ്മൾ ഇടുന്ന വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് ഡിസൈൻ എന്ന് പറയുന്ന വലിയൊരു ഇതിനെ ബേസിക്കലി മൂന്നെണ്ണം ആക്കി തരംതിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അതായത് ഇങ്ങനെയൊക്കെയാണ് ബേസിക്കലി ഡിസൈൻ ഫീൽഡ്സ് വരുന്നത്. അപ്പോ നമുക്ക് ഇത്തരം ഡിസൈൻ എന്ന ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഇന്ത്യയില്
എവിടെയൊക്കെയാണ് പഠിക്കാനുള്ള സാധ്യതകളുള്ളത്, ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിട്ട് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. എനിക്ക് തോന്നുന്നു റാഫിക്ക് നേരത്തെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ തന്നെ ഡിസൈൻ എഡ്യൂക്കേഷൻ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള ഡിസൈൻ സ്ഥാപനങ്ങളാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻസ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഫസ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ട് പറയുന്നത്. രണ്ടാമത്തത് IITs. നമുക്ക് എല്ലാവർക്കും അറിയാം, IIT നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് ആയിട്ടാണ് കാണുന്നതാണ് ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. പക്ഷേ IIT-കളിൽ തന്നെ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ലോകോത്തര ശ്രദ്ധ നേടിയിട്ടുള്ള നല്ല നല്ല പ്ലേസ്മെന്റ്സ് നടക്കുന്ന നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ്സ് പല IIT-കളിലുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, നിഫ്റ്റ്സ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഏകദേശം 16-18ഓളം സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ കേരളത്തില് കണ്ണൂരിലടക്കം ഇന്ത്യയിൽ പല ഭാഗങ്ങളായിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കുറച്ചും കൂടി ഫാഷൻ റിലേറ്റഡ് ആണ്. അതായത് ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ അപ്പാരൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വസ്ത്ര തുണി തരങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറയുമ്പോൾ ഭയങ്കര നീഷായിട്ട് ഭയങ്കര ഫോക്കസ് ചെയ്തിട്ട് എടുക്കുന്ന സ്ഥാപനങ്ങളാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം. ഫസ്റ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അതായത് NIDs എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ചെറിയൊരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, നെഹ്റുവിന്റെ ആദ്യമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് നിലവിൽ വരികയും എന്നിട്ട് അതിനുശേഷം ഒരു ഇന്ത്യയിലെ ഡിസൈൻ പഠന സാധ്യതയെ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സമിതിയെ നിയോഗിക്കുകയും അതിന്റെ ഒരു ഔട്ട്പുട്ട് ആയിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നേടിയ അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ വരുന്നത്. അപ്പോ ഏകദേശം 70-75 വർഷം ഒരു പാരമ്പര്യമുള്ള സ്ഥാപനമാണ് അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. പിന്നെ ബാക്കി 4 ക്യാമ്പസുകൾ NID ആന്ധ്രാപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, ആസാം 2015 ശേഷം വന്ന ക്യാമ്പസുകളാണ്. ഇപ്പൊ 4 ക്യാമ്പസുകളാണ് NID അഹമ്മദാബാദിന് പുറകെ ഇന്ത്യയിൽ നമ്മുടെ NIDs ഉള്ളത്. അത് ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് ഡിഗ്രി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇതാണ്. അതായത് അതുപോലെ തന്നെ PG കൊടുക്കുന്ന സ്ഥാപനങ്ങളുള്ളത് NID അഹമ്മദാബാദിലും PG ഉണ്ട്. അതിന് പുറമെ തന്നെ NID അഹമ്മദാബാദിന്റെ ഒരു എക്സ്റ്റൻഷൻ ക്യാമ്പസ് ആയിട്ട് NID ഗാന്ധിനഗർ, അതായത് ഗുജറാത്തിൽ തന്നെ, പിന്നെ NID ബാംഗ്ലൂർ. IIT-ലോട്ട് വരുമ്പോൾ മെയിൻ ആയിട്ട് 5 IIT-കളിലാണ് ഡിഗ്രി കൊടുക്കുന്നത്: ബോംബെ, ഡൽഹി, ഗുവാഹട്ടി, ഹൈദരാബാദ്, റൂർക്കി ആൻഡ് IIIT ജബൽപൂർ. പിന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഒരുപാട് IIT-കളുണ്ട്. മേജർലി ബോംബെയും ഡൽഹിയും ഗുവാഹട്ടി, ഹൈദരാബാദുമാണ് മെയിൻ ആയിട്ട് ഉള്ള IIT-കളിലോട്ട് വരുമ്പോൾ ഡിസൈൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ്സ് വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റ് കേരളത്തിൽ ഇപ്പൊ പറഞ്ഞ 3 എണ്ണത്തിലും കേരളത്തിൽ ഉള്ളത് നിഫ്റ്റ് മാത്രമാണ്, കണ്ണൂരിൽ. നിഫ്റ്റി ഇന്ത്യയിൽ 18ഓളം നിഫ്റ്റ് ഉണ്ട് പല സ്റ്റേറ്റുകളിലായിട്ട്. അപ്പൊ അതാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള, ഇപ്പൊന്നും എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടില്ല, മെയിൻ ആയിട്ടുള്ള ഒരു 10-16 ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബേസിക്കലി ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഡിസൈൻ പഠിക്കാനുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 3 എണ്ണമാണ്: NID, നിഫ്റ്റ്, IIT എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നുണ്ടോ? ഏതിനാണ് ഫോക്കസ് ചെയ്യണം? അപ്പൊ ഡിസൈൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഏത് ഫീൽഡ് ഞാൻ ഫോക്കസ് ചെയ്യണം, ഏത് ഫീൽഡ് ഫോക്കസ് ആണെങ്കിൽ പോലും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആണ് ഞാൻ പഠിക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കാന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് IIT-യും NID-യും നിഫ്റ്റും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, IIT ഒബ്വിയസ്ലി ഒരു എന്താ പറയാ എഞ്ചിനീയറിംഗ് ഫോക്കസ്ഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടെക്നോളജി ഡ്രിവൺ ആയിരിക്കും നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ഒരു ഡിസൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അവരുടെ ഒരു മറ്റു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മേജർ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഡിസൈനിന്റെ ഒരു ഡിസൈൻ എഡ്യൂക്കേഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് രീതിയിലായിരിക്കും പോകുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസമാണ് NID-യും IIT-യും വരുമ്പോൾ. NID കുറച്ചും കൂടി നമ്മളുടെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്ന, ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് കുറച്ചും കൂടി കമ്മ്യൂണിറ്റി ഫോക്കസ് ചെയ്തിട്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് NID-കളിൽ. നിഫ്റ്റ് പറയുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആണ്, കുറച്ചും കൂടി ഫാഷൻ, ടെക്സ്റ്റൈൽസ്, ഫാഷൻ ബിസിനസ് ഒക്കെ ഓറിയന്റ് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ പഠനം എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് എങ്ങനെയാണ് നമുക്ക് കയറാൻ പറ്റുന്നത്? 3-നും സെപ്പറേറ്റ് എൻട്രൻസ് എക്സാംസ് ഉണ്ട്. ഇപ്പൊ IIT-ലേക്ക് നമുക്ക് പ്രവേശനം നടത്തുന്നുണ്ടെങ്കിൽ IIT-കളിലേക്ക് വേണ്ടിയിട്ട് IIT ബോംബെ നടത്തുന്നതാണ് USEED എന്ന് പറയുന്നത്. USEED അല്ലെങ്കിൽ SEED. USEED ആണ് ഡിഗ്രി പ്രോഗ്രാംസിന്, SEED ആണ് മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസിന്. NID-ലോട്ട് വരുമ്പോൾ NID DAT, NID ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്.
ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. നിഫ്റ്റിലോട്ട് വരുമ്പോൾ നിഫ്റ്റിനും ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിഫ്റ്റി എൻട്രൻസ് എക്സാംസ് ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലേണിംഗ് സ്റ്റൈൽസും ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ടെക്നോളജി ഡ്രീവൺ ആണ്, ഇന്റർ ഡിസിപ്ലിനറി ആണ്. അതായത് ടെക്നോളജിയും, അതായത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സും ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ്സും പല സമയത്തും മോസ്റ്റ് ഓഫ് ദ ടൈം അവര് ഇന്റർ കണക്റ്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. NID പറഞ്ഞ പോലെ കുറച്ചും കൂടി സ്റ്റുഡിയോ ബേസ്ഡ് ആണ്. സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ഒരുമിച്ച് ഒരു എന്താ പറയാ ഹാൻഡ്സ് ഓൺ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് തന്നെ ചെയ്യുന്ന ഒരു രീതിയിലാണ് NIDയിലെ പഠന ഒരു രീതി എന്ന് പറയുന്നത്. ഫാഷൻ സെൻട്രിക് ആണ് നിഫ്റ്റിലോട്ട് വരുമ്പോൾ. പിന്നെ കരിയർ പാത്സ് IIT വരുമ്പോൾ നമുക്ക് ഈ ഇങ്ങനെ കണക്ഷൻ വെച്ച് പറയുമ്പോൾ തന്നെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്നുള്ള ഒരു സാധനത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് അവര്. ഇൻഡസ്ട്രിയൽ ഡിസൈൻ നമ്മൾ നേരത്തെ എന്താണെന്ന് പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ ഡിസൈൻ, ഫർണിച്ചർ, UX ഒക്കെ പറയുന്നത്. NIDയിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി സ്റ്റുഡിയോ ബേസ്ഡും കുറച്ചും കൂടി ക്രിയേറ്റിവിറ്റി ഒക്കെ ഉള്ള ഒരു സാധനമാണ് അവർ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗ്രാഫിക് ഡിസൈൻ, അനിമേഷൻ, പ്രൊഡക്ട് ഡിസൈൻ ഉള്ള കൂടെ തന്നെ നമ്മൾ IIT പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താ പറയാ രണ്ടിടത്തും ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു ലേണിംഗ് സ്റ്റൈലിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. പിന്നെ ഫാഷൻ നിഫ്റ്റിലോട്ട് വരുമ്പോൾ ഫാഷൻ ഡിസൈനർ, ടെക്സ്റ്റൈൽ ഡിസൈനർ എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു കരിയർ പാത്സിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കരിയർ പാത്ത് ഏതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോ ബേസിക് ആയിട്ടുള്ള ഈ എൻട്രൻസ് ഇത് ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലായിട്ട് എങ്ങനെ അഡ്മിഷൻ നേടാം എന്നുള്ളതിന്റെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ നമ്മൾ പറയുമ്പോൾ വൺ സെക്കൻഡ്. സോറി, ഞാൻ എൻ്റെ ഇടയിൽ സോറി നമുക്ക് അപ്പൊ പറയാം. ഡിസൈൻ എൻട്രൻസ് എക്സാംസിലോട്ട് വരുമ്പോൾ മെയിൻ ആയി ഫസ്റ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലോട്ട് അഡ്മിഷൻ കിട്ടാൻ എവിടെയാണ് പഠിക്കേണ്ടത്, അല്ലെ എന്താണ് ഏത് എക്സാം ആണ് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ NID ഡാറ്റ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. NIDയിൽ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ്, അതായത് ഡിഗ്രിയും PG ഓഫർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ PhD ഓഫർ ചെയ്യുന്നുണ്ട്. എക്സാമിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ, ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഡിസംബർ അവസാന വാരം അല്ലെങ്കിൽ ജനുവരി ആദ്യ വാരത്തിൽ ഒരു പ്രിലിംസ്, അതായത് ഫസ്റ്റ് എക്സാം ഉണ്ടാവും. അതൊരു റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും. അതിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇത്രത്തോളം പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, നമ്മുടെ അവയർനെസ്, ജനറൽ അവയർനെസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മുടെ സ്കെച്ചിങ്, നമ്മുടെ വരക്കാനുള്ള കഴിവുകൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം ആയിരിക്കും പ്രിലിംസ് എക്സാം. അതിൽ പാസ് ചെയ്തവരാണ്, ആ എക്സാം പാസ് ചെയ്തിട്ടുള്ള ആളുകളാണ് രണ്ടാമത്തെ എക്സാം ആയിരിക്കും മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റുഡിയോ ടെസ്റ്റ് ആണ്, അതായത് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണ്. നമുക്ക് മോഡൽ മേക്കിംഗ് ഉണ്ടാവും, ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചിലപ്പോൾ ഇന്റർവ്യൂസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് NIDയുടെ എക്സാം എന്ന് പറയുന്നത്. ഫസ്റ്റ് എക്സാം പാസ്സായി രണ്ടാമത്തെ എക്സാം നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ക്യാമ്പസിൽ പോയിട്ടായിരിക്കും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഒരു ദിവസത്തെ എക്സാം ആയിരിക്കും. പറഞ്ഞ പോലെ മോഡൽ മേക്കിംഗ്, ഡ്രോയിങ്, ഇന്റർവ്യൂ, പരസ്പരം ഇന്ററാക്ട് ചെയ്തിട്ടുള്ള സെഷൻസ് ഒക്കെ ആയിട്ട്. എലിജിബിലിറ്റി, അതായത് ആർക്കൊക്കെ എഴുതാന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ +2 പഠിക്കുന്ന അല്ലെങ്കിൽ +2 പാസ്സായിട്ടുള്ളവർക്ക് എഴുതാം. പിന്നെ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ PGയിലോട്ട് വരുമ്പോൾ ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും മാസ്റ്റേഴ്സിന് NIDയിലേക്ക് അപ്ലൈ ചെയ്യാം. BDSന്റെ കാര്യം പറയുമ്പോൾ, അതായത് ബാച്ചിലേഴ്സിന്റെ കാര്യം പറയുമ്പോൾ +2 ഏത് സ്ട്രീം എടുത്തവർക്കും ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാം. ഏത് സ്ട്രീം എടുത്തവർക്കും NIDയിലേക്ക് കയറാം. അപ്പോൾ സയൻസ് എടുത്തവർക്ക് മാത്രം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് മാത്രമല്ല, ഏത് സ്ട്രീം എടുത്തവർക്കും എന്ത് ചെയ്യാം, ഡാറ്റ എഴുതാം, NIDയിൽ അഡ്മിഷൻ എടുക്കാം. നിഫ്റ്റിലോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവും. അതിൽ 2 പാർട്ടാണ് ഉണ്ടാവുക, ഗാറ്റും കാറ്റും. ഗാറ്റ് എന്ന് പറയുന്നത് ജനറൽ അബിലിറ്റി ടെസ്റ്റ്, നമ്മുടെ ലാംഗ്വേജ് സ്കില്ല്, ഇംഗ്ലീഷിലെ സ്കില്ല്, നമ്മളുടെ ജനറൽ നോളജ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടും. രണ്ടാമത്തെ പാർട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്രിയേറ്റിവിറ്റി, വരക്കാനുള്ള കഴിവ്, നമ്മളുടെ ഡിസൈൻ, നമ്മളുടെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ള കഴിവ്, നമ്മുടെ ഇന്നോവേറ്റീവ് സ്കിൽസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം ആയിരിക്കും. അതിൽ പാസ്സായിട്ടുള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റിനും എന്തുണ്ട്, ഒരു സിറ്റുവേഷൻ ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡിയോ ബേസ്ഡ് അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ, നമ്മൾ അവിടെ പോയിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തരും, കുറച്ച് സാധനങ്ങൾ തരും, എന്നിട്ട് ഉണ്ടാക്കാൻ പറയും. ഒരു പ്രോബ്ലം തരും, നമ്മൾ ഒരു സിറ്റുവേഷൻ തരും, എന്നിട്ട് അത് സോൾവ് ചെയ്യാൻ പറയും. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് നിഫ്റ്റിനുള്ളത്. അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, റാങ്ക് വരും, അങ്ങനെയാണ്. ഇപ്പൊ പ്രോഗ്രാം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബാച്ചലർ ഓഫ് ഡിസൈൻ ഉണ്ട്, ബാച്ചലർ ഓഫ് ഫാഷൻ ടെക്നോളജി, പിന്നെ മാസ്റ്റർ ഓഫ് ഫാഷൻ മാനേജ്മെന്റ്. ഇതാണ് ബേസിക് ആയിട്ട് അവിടെ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ്. പിന്നെ എലിജിബിലിറ്റി നേരത്തെ പറഞ്ഞ പോലെ ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും, ഏത് +2 ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും അപ്പിയർ ചെയ്യാം. +2 പഠിക്കുന്നവർക്ക് അപ്പിയർ ചെയ്യാം. പിന്നെ MDSഉം ഒരു അതേപോലെ തന്നെ NIT പറഞ്ഞ പോലെ തന്നെ ഏത്
ഇക്വാലന്റ് ആയിട്ടുള്ള ഡിഗ്രി ഇക്വാലന്റ് ആയിട്ടുള്ള ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കും മാസ്റ്റേഴ്സിന് നിഫ്റ്റിൽ അപ്ലൈ ചെയ്യാം. IIT-ലോട്ട് വരുമ്പോൾ UCED ആണ് UG എക്സാമിന്, സീഡ് ആണ് PGക്ക്, അതായത് മാസ്റ്റേഴ്സിന് അഡ്മിഷൻ എടുക്കുന്നവർക്ക്. UCED എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ ആണ്. അപ്പോ സീഡ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ, ഇതിന്റെ ബേസിക് സ്ട്രക്ചർ ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. എക്സാം സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആകെ ഒരു എക്സാമേ ഉള്ളൂ. അത് 2 പാർട്ടായിട്ടായിരിക്കും നടക്കുക. പാർട്ട് എ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാർട്ട് എ 3 ഡിഫറെന്റ് സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിഷ്വലൈസേഷൻ സ്കില്ല്, നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ്, നമ്മളുടെ ലോജിക്കൽ റീസണിങ് സ്കില്ല്, ജനറൽ നോളജ്, ഇതൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു ചിത്രം കണ്ടാൽ അതിന് ഏതൊക്കെ വ്യത്യസ്ത ഭാഗങ്ങൾ എങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കാണാൻ പറ്റും. നമ്മളുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു പ്രോബ്ലം കിട്ടിയാൽ അത് സോൾവ് ചെയ്യാൻ എത്രത്തോളം പ്രാപ്തനാണ് എന്ന് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലുണ്ടാവും. പാർട്ട് ബിയിൽ പറഞ്ഞ പോലെ ഡിസൈനിലോട്ട് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സ്കെച്ച് വരക്കുക എന്നുള്ളത്. വരച്ച് നമ്മളുടെ ഐഡിയ ഒരാളെ കാണിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഡ്രോയിങ് എന്നുള്ളത് ഈ ഏത് എൻട്രൻസ് എക്സാംസ് എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഏത് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എടുത്ത് നോക്കിയാലും അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്, അല്ലെങ്കിൽ ഒരു ഘടകമാണ്. അപ്പൊ ഏത് എൻട്രൻസ് എക്സാമിനും നമ്മുടെ ഡ്രോയിങ് സ്കില്ല് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ UCED-നും പേപ്പർ 2-ല് ഇപ്പൊ ഒരു സ്കെച്ചിങ് അബിലിറ്റി, നമ്മൾ വരക്കാനുള്ള കഴിവ് നോക്കുന്ന ഒരു എക്സാം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇപ്പോൾ എലിജിബിലിറ്റി ആണെന്ന് പറഞ്ഞ പോലെ UCED-ന് +2 അപ്പയർ ചെയ്യുന്ന +2 ഏത് സ്ട്രീമിൽ കഴിഞ്ഞവർക്കും UCED എഴുതാം. പക്ഷെ ഒരു കാര്യം, ചില UCED വഴി നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന 4-5 IIT-കൾ ഉള്ളത് ഉണ്ടെങ്കിൽ ചില IIT-ലേക്ക് തോന്നുന്നു IIT ഗുവാഹട്ടിയിൽ സയൻസ് കഴിഞ്ഞവർക്ക് മാത്രം അഡ്മിഷൻ കിട്ടും. അങ്ങനെയുണ്ട്. അപ്പൊ ചില എക്സെപ്ഷൻസ് ഉണ്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ട് വരുമ്പോൾ IIT-ന്റെ കാര്യത്തിൽ. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നോക്കുക. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് ഇപ്പൊ സയൻസ് കഴിഞ്ഞവർക്ക് മാത്രം, അല്ലെങ്കിൽ സയൻസ് കഴിഞ്ഞവർക്ക് മാത്രം ഇപ്പൊ IIT ഗുവാഹട്ടിയിൽ അഡ്മിഷൻ കിട്ടും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ കൊമേഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിക്കോളുന്നില്ല. അപ്പൊ അങ്ങനെ ചില ഡിഫറൻസ് ഉണ്ട് IIT-ലോട്ട് വരുമ്പോൾ. പിന്നെ സീഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി, BRP, BDS അല്ലെങ്കിൽ ഫൈൻ ആർട്സ് കഴിഞ്ഞ അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും സീഡിന് അപേക്ഷിക്കാം, സീഡിന് അപ്പിയർ ചെയ്യാം. അതായത് സീഡ് എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനുള്ള എൻട്രൻസ് എക്സാം ആണ്. പിന്നെ ഫൈനൽ ഇയർ, ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ UCED-ന്റെ കാര്യത്തിൽ പ്രത്യേകം മെൻഷൻ ചെയ്യാനുള്ളത്, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നവരാണ് പറയുന്നത്. അപ്പൊ റിപ്പീറ്റ് ചെയ്യുമ്പോൾ UCED-ന് +2 പഠിക്കുന്നതോ അല്ലെങ്കിൽ +2 കഴിഞ്ഞ് തൊട്ടടുത്ത വർഷമോ ആയിരിക്കണം UCED-ന് അപ്പിയർ ചെയ്യാൻ പറ്റുക. 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആകെ 2 ചാൻസേ ഉള്ളൂ UCED-ന്. പറഞ്ഞ പോലെ ബാക്കി നേരത്തെ പറഞ്ഞ എക്സാമിനേഷനൊക്കെ എനിക്ക് തോന്നുന്നു 2 കൂടുതൽ ചാൻസ് ഉണ്ട്. പക്ഷേ UCED-ന് 2 ചാൻസേ ഉള്ളൂ. അത് ഒന്നെങ്കിൽ +2 ആയിരിക്കണം, പിന്നെ തൊട്ടടുത്ത വർഷം, അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റൂ. 2 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതും പ്രത്യേകം മൈൻഡിൽ കീപ്പ് ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എങ്ങനെ ഇങ്ങനത്തെ എക്സാംസിന് അപ്പിയർ ചെയ്യാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് എപ്പോഴാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ശ്രദ്ധിക്കാം. മെയിൻ ആയിട്ട് ബിറ്റ്വീൻ ഒക്ടോബർ ജനുവരി ടൈമിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. ഇപ്പോ UCED-ന്റെ ഈ വർഷത്തെ എന്താ പറയാ അപ്ലിക്കേഷൻ ക്ഷണിച്ച് അതിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ UCED-ന് അപ്ലൈ ചെയ്യാനുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ NID-യുടെയും നിഫ്റ്റിന്റെയും അപ്ലിക്കേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ വർഷം എഴുതാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതിനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ UCED ഈ വർഷം ഇനി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പൊതുവെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ പ്രോസസ് നടക്കുന്നത്. അപ്പോ എക്സാംസ് ഉണ്ടാവല് NID എക്സാം ഡിസംബർ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്ക് ആയിരിക്കും. നിഫ്റ്റും UCED-ഉം ജനുവരി 3rd വീക്ക് അല്ലെങ്കിൽ 4th വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി തുടക്കത്തിൽ, അങ്ങനെയൊക്കെയാണ് എക്സാംസ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ NID-ക്കും നിഫ്റ്റിനും ഒരു എക്സാം കൂടി ഉണ്ട്. ആ എക്സാം വരാറുള്ളത് ഏപ്രിൽ മെയ് മാസങ്ങളിലുമാണ്. അപ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ എക്സാം പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ, ഡിസൈൻ എൻട്രൻസ് എക്സാം പ്രത്യേകിച്ച്. അപ്പോ 3 എക്സാമിന് 3 പാറ്റേൺ ആണ്. നമ്മൾ പൊതുവിൽ കാണുന്ന എൻട്രൻസ് എക്സാംസ് പോലെ അല്ല. എന്തായാലും ഒരു സ്കെച്ചിങ്, നമ്മളുടെ വരക്കാനുള്ള കഴിവ് നോക്കുന്ന, അല്ലെങ്കിൽ അതിനെ വാല്യുവേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും ഒരു എക്സാമിന്. അപ്പോൾ കുറച്ചും കൂടി എന്താ പറയാ, അങ്ങനെ ഒരു ഡയറക്ഷനിലാണ് എക്സാം നടക്കാറ്. പിന്നെ പാറ്റേൺ എല്ലാ കൊല്ലം മാറാറുണ്ട്. അപ്പൊ ഒരു വർഷം ഉണ്ടായ പോലെ തന്നെ ആയിരിക്കണം എന്നില്ല അടുത്ത വർഷം ഉണ്ടാവുന്ന പാറ്റേൺ, പ്രത്യേകിച്ച് NID-ക്ക്. അപ്പോൾ അവർ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കാറുണ്ട് എക്സാമിന്റെ പാറ്റേൺ. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലെ
എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുക, എങ്ങനെയാണ് വന്നിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് എന്ന് ആലോചിക്കുക. പിന്നെ മെയിൻ ആയിട്ട് നമ്മളുടെ ഡ്രോയിങ് സ്കില്ല് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ ഡെയിലി എങ്ങനെ ഒരു പ്രൊഡക്റ്റ് വരയ്ക്കാൻ പറഞ്ഞാൽ, ഒരു സാധനം വരയ്ക്കാൻ പറഞ്ഞാൽ അത് വരച്ച് ഫലിപ്പിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ അതിനുള്ള സ്കില്ല്, അതിനുള്ള കഴിവ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് വർദ്ധിപ്പിക്കുക. അതിനുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനുള്ള വിഷ്വലൈസേഷൻ സ്കില്ല്. ഒരു സാധനം ഒരു ആംഗിൾ തന്നാൽ മറ്റേ ആംഗിൾ നോക്കുമ്പോൾ ഇതേ സെയിം സാധനം എങ്ങനെ ആയിരിക്കും എന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ജനറൽ നോളജ്, NAD നിഫ്റ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ന കാര്യം, ഇത്ര ഒരു സർക്കിളിന്റെ അകത്ത് അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് പാസ്സാവെന്ന് പറയാനില്ല. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു സിലബസ് ഇല്ല. അപ്പൊ നമ്മൾ കഴിയുന്നത്ര ജനറൽ നോളജ് അക്വയർ ചെയ്യുക, കാര്യങ്ങളെ കുറിച്ച് അവെയർ ആയിക്കൊണ്ടിരിക്കുക, എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവെയർ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. പിന്നെ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കുക, നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ്, അതായത് ഡിസൈൻ അബിലിറ്റി വർദ്ധിപ്പിക്കുക. ഒരു പ്രോബ്ലം തന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അത് അങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ടൈം മാനേജ്മെന്റ്, എല്ലാ എൻട്രൻസ് എക്സാംസിന് പറയുന്ന പോലെ തന്നെ ടൈം മാനേജ്മെന്റ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഗൈഡൻസ്, അതായത് നമ്മൾ ഒബ്വിയസ്ലി നമുക്ക് അറിയുന്നുണ്ടാവില്ല എങ്ങനെ ആയിരിക്കണം ഇത്ര എക്സാംസിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ എത്ര എക്സാംസിലൂടെ പോയി അഡ്മിഷൻ കിട്ടിയവർ അല്ലെങ്കിൽ അത്തരം കോച്ചിങ് കൊടുക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പൊ ഇതാണ് ബേസിക് ഐഡിയ. പിന്നെ ചിലപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇപ്പൊ NID ആയിക്കോട്ടെ, നിഫ്റ്റ് ആയിക്കോട്ടെ, എസ്പെഷ്യലി മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ PGയിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പറ്റും. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മളുടെ ഇതുവരെ ചെയ്ത നമ്മളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു PDF അല്ലെങ്കിൽ ഒരു എങ്ങനെയായിക്കോട്ടെ ഒരു ഇഷ്ടമുള്ള ഒരു മെത്തേഡിൽ, ഒരു എന്താ പറയാ ഫോർമാറ്റിൽ നമ്മൾ ഇതുവരെ ചെയ്ത വർക്കുകൾ കാണിക്കാൻ പറയും ചിലപ്പോൾ. അപ്പോൾ ഇതേ ടൈമിൽ ആ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതും ആള് ഫോക്കസ് ചെയ്യേണ്ട കാര്യം. നമ്മൾ ചെയ്യുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ കറക്റ്റ് ഡോക്യുമെന്റ് ചെയ്ത് അത് ഒരു ഫോർമാറ്റ് ആക്കി കീപ്പ് ചെയ്യാന്നുള്ളതും മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എല്ലാ എക്സാമിനും ചെയ്യുന്ന പോലെ തന്നെ കോൺഫിഡന്റ് ആയിരിക്കുക, ക്രിയേറ്റീവ് ആയിട്ട് മാക്സിമം ഓരോ എക്സാമിനെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ബേസിക് ഐഡിയ അതാണ്. അപ്പൊ ഇതാണൊരു ബേസിക് ആയിട്ട് ഇത്ര കുറഞ്ഞ ടൈമിൽ ഡിസൈൻ എൻട്രൻസ് എക്സാംസിനെ കുറിച്ച് അല്ലെങ്കിൽ ഡിസൈൻ ഓഫർ ചെയ്യുന്ന ഇന്ത്യയിലെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നതൊക്കെ ഈ ഒരു ടൈമിൽ എത്രയൊക്കെയാണ് എനിക്കിപ്പോ പറയാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ, എനിക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് എടുക്കാം. അപ്പോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും നന്നായി യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഡിസൈനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. നിങ്ങളുടെ മൈക്ക് ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാം. അതിന് പ്രയാസമുള്ളവര് ഇത് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, നമ്മുടെ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. NID ഡാറ്റിന് അപേക്ഷിക്കേണ്ട സൈറ്റ് ഏതാണുള്ളത്? NIDക്ക് അപേക്ഷിക്കേണ്ട സൈറ്റ് ഇതാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്നുള്ള ഒരു, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ അടിക്കുമ്പോൾ തന്നെ NID അഡ്മിഷൻ സെർച്ച് ചെയ്താൽ ഒരു സൈറ്റ് വരും, admission.nid.edu എന്ന് പറയുന്നത്. അപ്പൊ ഇതിലാണ് ഇപ്പൊ ഒന്നുകൂടി കാണാൻ പറ്റും ടു അപ്ലൈ എന്നുള്ള സാധനം. ഇപ്പൊ ഇതിലാണ് നിങ്ങൾക്ക് ബേസിക്കായിട്ട് എല്ലാ ഡീറ്റെയിൽസും കിട്ടും, ഏതൊക്കെയാണ് പ്രോഗ്രാംസ് ഉള്ളത്, എവിടേക്കാണ് ഉള്ളത്, അതിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതിന്റെ എല്ലാം, അതിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോ ഇതാണ് നമ്മൾ എന്താ പറയാ NIDക്ക് അപ്ലൈ ചെയ്യാൻ സൈറ്റ് ഇതാണ്. വേറെ സൈറ്റ് ഒന്നും നോക്കരുത്. admission.nid.edu എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലാണ് ഇതിലൂടെയാണ് NIDക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ ചാറ്റിൽ പേസ്റ്റ് ചെയ്തിടാം. ഡിപ്ലോമ കോഴ്സസ് ഇപ്പോൾ ഈ പറഞ്ഞ 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഓഫർ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു 2020 വരെ NID അഹമ്മദാബാദ് ഒഴികെ ബാക്കി 4 സ്ഥാപനങ്ങളിലും ഡിപ്ലോമ ആയിരുന്നു ഓഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ ഈ 4 കോളേജുകളിൽ ഡിപ്ലോമ മാറ്റിയിട്ട് അത് എന്താ പറയാ ഡിഗ്രി ആക്കി മാറ്റിയിട്ടുണ്ട്, ബാച്ചിലേഴ്സ് ഡിഗ്രി ആക്കി മാറ്റിയിട്ടുണ്ട് 4 വർഷത്തെ.
അപ്പൊ ഈ പറഞ്ഞ ഞാൻ മെൻഷൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഡിഗ്രി ആണ് ഓഫർ ചെയ്യുന്നത്. KSID മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് അതിന് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. അദ്ദേഹം പറയാൻ വിട്ടുപോയതാണ്. അപ്പോ അതിനും കേരള KSID.ac.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ അതിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. അത് കൊല്ലത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അപ്പോ എനിക്ക് വലിയ കാര്യമായിട്ട് അതിനെ പറ്റി ഐഡിയ ഇല്ല. പക്ഷെ അവര് കൊടുക്കുന്നത് ഡിഗ്രി ആണെന്നാണ് എൻ്റെ അറിവ്. അപ്പോ തുടങ്ങിയിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ. അപ്പോൾ അത് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഡിസൈൻ സ്ഥാപനം KSID ആണ്, കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത്, കൊല്ലത്തുള്ള. ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും NID ആൻഡ് നിഫ്റ്റിൽ മാസ്റ്ററിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്ലൈ ചെയ്യാൻ പറ്റും. NID-യിലും നിഫ്റ്റിലും ഓൾമോസ്റ്റ് ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ ഏത് ഡിപ്ലോമ കഴിഞ്ഞവർക്കും എന്ത് ചെയ്യാം, മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവര് നിങ്ങൾ ഏത് ഡിഗ്രി കഴിഞ്ഞതിനപ്പുറം നമുക്ക് എത്രത്തോളം ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, കഴിവുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോർട്ട്ഫോളിയോ സബ്മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം നമ്മൾ ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് നല്ലല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അങ്ങനെ ഒരു, അതായത് ഡിസൈൻ താല്പര്യമുള്ളവർ മാത്രം എടുക്കാവുന്ന രീതിയിലായിരിക്കും ഡിസൈൻ എക്സാമിന്റെ സ്ട്രക്ചർ. പിന്നെ അതിന്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറും കുറച്ചും കൂടി വ്യത്യസ്തമാണ്. നമ്മൾ ഓരോ എക്സാം എഴുതി കഴിഞ്ഞ് റാങ്ക് വന്നതിന് ശേഷം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടും വേറെ ആയിട്ട് അപ്ലൈ ചെയ്യണം. ഏത് ഡിപ്പാർട്ട്മെന്റിലായിട്ടാണ് കിട്ടുന്നത് എന്നുള്ളത് അതിനും വേറെ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്റെ അറിവില് NID-ക്കും നിഫ്റ്റിനും ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും ഡിപ്ലോമ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഈവൻ IIT-ക്കും ഏത് ഡിഗ്രി ഡിപ്ലോമ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷെ IIT-ലോട്ട് വരുമ്പോൾ പല IITs-ഉം പല രീതിയിൽ, പല ഡിഗ്രി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ പല രീതിയിൽ ഡിഗ്രി കഴിഞ്ഞവർക്കാണ് കൊടുക്കുന്നത്. അപ്പൊ സ്പെസിഫിക് ആയിട്ട് ഇന്ന IIT തന്നെ കിട്ടണം അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോ ഇപ്പൊ എന്താ പറയാ, IIT-ന്റെ കാര്യം പറയുമ്പോൾ സീഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ചെക്ക് ചെയ്യാൻ എന്താണ്, അപ്പൊ ഈ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാൻ എന്താണ്, അപ്പൊ ഇവിടെ ഇൻഫർമേഷൻ ബ്രോഷർ കാണാൻ പറ്റും. അപ്പോ എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ് എന്ന് അവിടെ കാണാൻ പറ്റും. NID-ക്ക് ആയിക്കോട്ടെ നിഫ്റ്റിനായിക്കോട്ടെ ഇതുപോലെ തന്നെ വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്റെ അറിവിൽ പറഞ്ഞ പോലെ ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കും NID-ലും നിഫ്റ്റിനും അപ്ലൈ ചെയ്യാം. ഈ IIT-DM എന്ന് പറഞ്ഞ സ്ഥാപനം, അവിടെ ഡിസൈൻ കോഴ്സുകളുണ്ടോ? അത് IIT-DM ആണ്. IIT-DM എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ യുസീഡ് വഴി കിട്ടുന്ന കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള 4 IIT-കളും പിന്നെ 5-മത്തെ ഒരു IIT-DM ജബൽപൂരാണ്. അപ്പൊ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുസീഡ് വഴി നമുക്ക് ഡിസൈൻ പഠിക്കാൻ ഉള്ള IIT-ക്ക് പുറമേ ഉള്ള യുസീഡിന്റെ കീഴിലുള്ള സെൻട്രൽ ഗവൺമെന്റിന് കീഴിലുള്ള സ്ഥാപനം IIT-DM ജബൽപൂർ എന്ന് പറയുന്നത്. മാസ്റ്റേഴ്സിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ PG-ലോട്ട് വരുമ്പോൾ വേറെ ഒരു IIT കൂടി മാസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് IIT കഴിഞ്ഞിട്ട് ഡിസൈൻ പഠിക്കാൻ യുസീഡ് വഴി ഡിസൈൻ കോച്ചിങ്ങിന് അല്ലെങ്കിൽ ഡിസൈൻ എഡ്യൂക്കേഷൻ ചേരാൻ പറ്റിയ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. ഹൗ AI ഇൻഫ്ലുവൻസ് മൾട്ടിമീഡിയ ഡിസൈനിങ്. ഭയങ്കര വൈഡായിട്ടുള്ള ബ്രോഡായിട്ടുള്ള ടോപ്പിക്കാണ്. AI ഡിസൈനിങ് എന്നതിന് മാത്രമല്ല, ഏത് ഡിസിപ്ലിൻ ആയിക്കോട്ടെ, ഏത് കരിയർ പാത്ത് ആയിക്കോട്ടെ, അതിനെ അഫക്ട് ചെയ്യാൻ പോകുന്ന രീതി എങ്ങനെ ആയിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഞാനൊരു ഇതിലൊരു എക്സ്പേർട്ട് ഒന്നല്ല. പക്ഷെ AI എത്രത്തോളം വളർന്നാലും ഡിസൈനേഴ്സിന്, അതായത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ പ്രോസസ്സ് പഠിച്ച് പ്രോബ്ലം സോൾവിങ് സ്കില്ല് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരാൾക്ക് AI ഉള്ള ഒരു ഫ്യൂച്ചറിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യാന്നുള്ളത്. AI നമ്മളെ മനുഷ്യനെ മറികടക്കുന്നതിനപ്പുറം AI യൂസ് ചെയ്തിട്ട് ഡിസൈൻ എന്താ പറയാ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും ഇനി അങ്ങോട്ട് ഡിസൈൻ എഡ്യൂക്കേഷൻ വരുന്നുണ്ടാവുക. AI കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും ഡിസൈൻ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം പ്രോസസ്സ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതൊക്കെ കാര്യം. അപ്പൊ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷെ ഇതാണ് എന്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നത്.
എന്നൊരു ഡാറ്റിന് വേണ്ടി എന്താണ് സ്കെച്ച് ചെയ്ത് പഠിക്കേണ്ടത്? ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ്. എന്നൊരു ഡാറ്റിന് വേണ്ടി എന്താണ് സ്കെച്ച് ചെയ്ത് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമ്മളുടെ ഇപ്പൊ ഒരു പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ ബേസിക്കലി പറയാൻ പോസ്റ്റർ ഒരു വിഷയം തന്നിട്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഒരു സെനാരിയോ തന്നിട്ട് ഒരു സീൻ വരക്കാൻ പറയാം. ഒരു എന്താ പറയാ, നിങ്ങളൊരു സ്കൂൾ ക്ലാസ് റൂമിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ ഒരു രണ്ടാമത്തെ ബെഞ്ചിലിരിക്കുന്ന കുട്ടിയാണ്, അപ്പൊ നിങ്ങൾ കാണുന്ന ദൃശ്യം എന്താണ് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്കൊരു സ്പേസ് എങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ, അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളോടൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ പറയും. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബസ് യാത്രയിൽ നേരിടുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു ബസ്സിലെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ പുതിയൊരു ബസ്സിൽ ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവരാൻ, അതെന്തായിരിക്കും, അത് വരച്ച് കാണിക്കുക എന്നുള്ള സാധനങ്ങളൊക്കെ. അങ്ങനെ പല ഡിസൈൻ പ്രോബ്ലം സോൾവ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിഷ്വലൈസേഷൻ സ്കില്ല്, നമ്മൾ ഒരു സ്ഥലത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ വരച്ച് കാണിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ അതിന് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾ ദിവസവും നമ്മൾ വരയ്ക്കുക, നമ്മൾ ചുറ്റും കാണുന്നത് നോക്കി വരയ്ക്കുക. എങ്ങനെയാണ് ആളുകളുടെ പ്രൊപ്പോർഷൻസ് വർക്ക് ചെയ്യുന്നത്, അതായത് പ്രൊപ്പോർഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോൾ ചെയറിനൊരു വലുപ്പമുണ്ടല്ലോ, ആ ചെയറിന്റെ മനുഷ്യന്റെയും സൈസിന് ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. ഇത്ര വലുപ്പമുള്ള മനുഷ്യന് ഇത്ര വലുപ്പമുള്ള ചെയർ ആയിരിക്കണം, ഇത്ര വലുപ്പമുള്ള മേശ ആയിരിക്കണം, മേശയുടെ ഹൈറ്റ് ഇത്ര ആയിരിക്കണം, റൂമിന്റെ വോൾ ഇത്ര ആയിരിക്കണം, വാതിൽ ഇത്ര ആയിരിക്കണം. അപ്പൊ ഒരു പ്രൊപ്പോർഷൻ സാധനം ഉണ്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഏത് സ്പേസിൽ ഇരിക്കുമ്പോഴും. അപ്പോ ആ ഒരു പ്രൊപ്പോർഷൻ വിഷ്വലി നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഡിസൈൻ പ്രോബ്ലം സോൾവിങ് സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെ. പിന്നെ എക്സാമ്പിൾസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ബേസിക് ഡിസൈൻ ഫീൽഡ്സ്, കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, ടെക്സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന ഇതിലൊക്കെ ബേസിക്കലി അപ്ലൈ ചെയ്യുന്ന ഡിസൈൻ തിയറീസ്. ഇപ്പം കളർ ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു എന്താ പറയാ റെസ്റ്റോറന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ലോഗോ ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിനെ നിങ്ങൾ ഒരു പേര് കണ്ടുപിടിക്കുക, അതിനൊരു ലോഗോ കൊണ്ടുവരിക, അതിനെങ്ങനെ എന്ത് കളറായിരിക്കണം നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ തരാം. അപ്പോൾ ഒരു മനുഷ്യന്റെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓരോരുത്തരും എങ്ങനെ ഓരോന്നിനെ കൺസീവ് ചെയ്യുന്നുള്ളതും ഡിസൈനിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരമാവധി ഒബ്സർവ് ചെയ്യുക. ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്ററീസ്, ഇപ്പോ ലോകത്ത് ഡിസൈൻ റിലേറ്റഡ് നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. മെയിൻ ആയിട്ട് നമ്മളുടെ സ്കെച്ചിങ് അബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡെയിലി പരമാവധി സ്കെച്ച് ചെയ്യുക. നമ്മൾ റിയൽ ലൈഫിൽ തന്നെ നമ്മൾ ചുറ്റും കാണുന്ന തന്നെ നോക്കി വരക്കാം. അപ്പോൾ തന്നെ നമുക്കൊരു എന്ത് ചെയ്യും, ഈ ഒരു സെൻസ് ഉണ്ടാവും, വിഷ്വലൈസേഷൻ സെൻസും സ്കില്ലും വരും. ഓരോ പ്രൊപ്പോസൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, സ്കെയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ അങ്ങനെ വേണമെങ്കിൽ പറയാം, പ്രൊപ്പോർഷൻ, പെർസ്പെക്റ്റീവ്, നമ്മളെ വിഷ്വലൈസേഷൻ സ്കില്ല്, നമ്മളെങ്ങനെയാണ് ലൈറ്റും ഷാഡോയും അല്ലെങ്കിൽ ഡെപ്ത് എങ്ങനെയാണ് കാണുന്നത് നമ്മൾ ചുറ്റും, നമ്മളെ ലൈൻ, നമ്മൾ വരക്കുന്ന ഡ്രോയിങ്ങിലുള്ള നമ്മളെ ലൈനിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ പറയുന്ന. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ബേസിക്കലി പ്രൊപ്പോർഷൻ പെർസ്പെക്റ്റീവ് നമുക്ക് വേണമെങ്കിൽ അത് ആർക്കിടെക്ചറിലോട്ട് വരുമ്പോഴാണ് പ്രൊപ്പോർഷൻ പെർസ്പെക്റ്റീവ് മാത്രം നോക്കുന്നു പറയുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, നമ്മുടെ പ്രൊപ്പോർഷൻ, സെൻസ്, പെർസ്പെക്റ്റീവ്, ലൈൻ ക്വാളിറ്റി, ഒബ്സർവേഷൻ സ്കിൽസ് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്റെ കോണ്ടാക്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്പർ ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഓക്കെ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്ലേസ്മെന്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ IIT-ലോട്ട് വരുമ്പോൾ ഏറ്റവും പ്രീമിയം എന്ന് പറയുന്നത് IIT ബോംബെയിലെ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ NID-ലോട്ട് വരുമ്പോൾ ഏറ്റവും പ്രീമിയം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദിൽ, നേരത്തെ പറഞ്ഞ പോലെ 1950-കളിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് NID. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും വർഷത്തെ ഒരു പാരമ്പര്യവും ഇൻഫ്രാസ്ട്രക്ചറും ഒരു എക്സ്പീരിയൻസും ഒരു അലുമിനി ബോണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് NID എന്ന് പറയുന്നത്. അപ്പം ഭയങ്കരമായിട്ടുള്ള പ്ലേസ്മെന്റ് റെക്കോർഡ്സ് ഉള്ളത് പറഞ്ഞ NID അഹമ്മദാബാദിലാണ് NID-ന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ. കാരണം ബാക്കി 4 NID വരുന്നത് 2015-ന് ശേഷമാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് വരുന്നേ ഉള്ളൂ. ഒരു ക്യാമ്പസ് റെഡി ആവുന്നത് 2020-21-കളിലാണ്. അപ്പോൾ ഒരു പാസ് ഔട്ട് ആയിട്ടുള്ളത് വെറും മാക്സിമം 6 ബാച്ചുകൾ മാത്രമാണ്. അപ്പോൾ
പ്ലേസ്മെന്റ് എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മോസ്റ്റ് പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ NID വരുമ്പോൾ NID അഹമ്മദാബാദിലായിരിക്കും. പിന്നെ IIT പറഞ്ഞ പോലെ സ്പെസിഫിക് ഫീൽഡിന് സ്പെസിഫിക് IIT പ്ലേസ്മെന്റ്സ് കൂടുതലുള്ളത്. IIT ബോംബെയിൽ ചിലപ്പോൾ പ്രൊഡക്ട് ഡിസൈൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഡിസൈനിലാണ് കൂടുതൽ പ്ലേസ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ IIT ഗുവാഹട്ടിയിൽ ചിലപ്പോൾ UI/UX കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ UI/UX റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് കൂടുതൽ വരുന്നത് അവിടെ ആയിരിക്കും. പിന്നെ നിഫ്റ്റിന്റെ കാര്യം പറയുമ്പോൾ നിഫ്റ്റിയിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ നിഫ്റ്റിലാണ് ടോപ്പായിട്ട് നിൽക്കുന്നത്. അപ്പൊ നിഫ്റ്റ് ഡൽഹിയിൽ ചിലപ്പോൾ ഫാഷൻ ഡിസൈനിങ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിഫ്റ്റ് ബോംബെയിൽ ചിലപ്പോൾ അപ്പാരൽ ഡിസൈനിലായിരിക്കും കൂടുതൽ ഡിമാൻഡ് അല്ലെങ്കിൽ കൂടുതൽ പ്ലേസ്മെന്റ് വരുന്നത്. പക്ഷെ ഇപ്പറഞ്ഞ നിഫ്റ്റികളിലും IIT NID പ്ലേസ്മെന്റ് സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള കമ്പനീസ് ഒക്കെ ഇന്ത്യയിലെ മേജർ ആയിട്ട് കമ്പനീസ് ഒക്കെ റിക്രൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസ്മെന്റ്സ് എടുക്കുന്നത് ഈ പറഞ്ഞ IIT NID നിഫ്റ്റിയിൽ നിന്നൊക്കെ തന്നെയാണ്. ഞാൻ പഠിച്ചത് NID ആന്ധ്രാപ്രദേശിലാണ്, അതായത് NID അമരാവതി ആന്ധ്രാപ്രദേശിൽ. പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞില്ല, NID അഹമ്മദാബാദ് ഒഴികെ ബാക്കി എല്ലായിടത്തും ഡിസൈൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ NID തുടങ്ങിയത് 2019-20 ശേഷമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള 2015 ശേഷമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ സെല്ലൊന്നും ആസ് ഓഫ് നൗ വർക്ക് ചെയ്യുന്നില്ല, അറ്റ്ലീസ്റ്റ് NID ആന്ധ്രാപ്രദേശിൽ. കാരണം ആന്ധ്രാപ്രദേശിൽ ക്യാമ്പസിന്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ബിൽഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷെ ഓൺ ദ സൈഡ് ഓൺലൈൻ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിപ്ലിൻ എന്താ പറയാ പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. അലുമിനി വഴി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്ലേസ്മെന്റ് സെല്ല് കോളേജിലുണ്ട്. അപ്പോൾ മേജർ ആയിട്ടുള്ള കമ്പനീസ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ ഇപ്പൊ കൂടുതൽ 2 വർഷം മുമ്പത്തേക്കാളും ഇപ്പൊ കൂടുതൽ കമ്പനീസും വന്നുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത നല്ല നല്ല ഓഫേഴ്സ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാണ് പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടോ മലയാളത്തിൽ? ഇല്ലല്ല, ഒരു പ്രത്യേകം പറയാനുള്ളത് ഈ പറഞ്ഞ NID കൂടുതലുള്ളത് മലയാളികൾ. അപ്പൊ ഞാൻ എന്റെ ബാച്ചിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ 2020 കയറിയ ബാച്ചാണ്. NID ഞാൻ സീറ്റിന്റെ എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ പറയേണ്ടതുകൊണ്ട്. ഇപ്പൊ NID അഹമ്മദാബാദിൽ 125 സീറ്റും NID ബാക്കി 4 NID 75 സീറ്റാണ് ഉള്ളത്. അപ്പോ ഞാൻ പഠിക്കുന്ന സമയത്ത് 60 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ, 65 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഈ 65 സീറ്റിലും 25 പേര് മലയാളികളായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ എല്ലാ നമ്മള് നാഷണൽ എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥാപനങ്ങളിലുള്ള പോലെ തന്നെ NID എന്തുണ്ട്, മാക്സിമം ഉള്ളത് മലയാളികൾ തന്നെയാണ്. അപ്പോൾ മലയാളി ആയതുകൊണ്ട് നമ്മൾ ഒരു ഡിസ്ക്രിമിനേഷൻ നേരിടാൻ ഒരു യാതൊരു ചാൻസും കാണുന്നില്ല. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഉള്ളത് മലയാളികളാണ്. പിന്നെ കുറച്ചും കൂടി ബാക്കിയുള്ള സ്ഥാപനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഡിസൈൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹ്യൂമൻ സൈക്കോളജി അല്ലെങ്കിൽ എമ്പതി ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, ഏത് റിലീജിയസ് റേഷ്യൽ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൽ നിന്ന് എവിടുത്തെ ഏത് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളാന്നുള്ളതോ ആ ഒരു ഡിസ്ക്രിമിനേഷൻ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ക്യാമ്പസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീരെ ഇല്ലാത്ത സ്ഥാപനങ്ങളാണ് ഡിസൈൻ ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ എനിക്ക് തോന്നുന്നു. കാരണം എമ്പതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാളെ മനസ്സിലാക്കുക എന്നുള്ളത് ഡിസൈനിന്റെ ഒരു കോർ ആയിട്ടുള്ള ഒരു തിയറിയാണ്, അല്ലെങ്കിൽ കോർ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഒരു ഡിസ്ക്രിമിനേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്കറിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്റെ കൂടെ പഠിച്ചവർക്കൊന്നും നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിഫ്റ്റിന്റെ ഒഫീഷ്യൽ സൈറ്റ് nift.ac.in എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ്മിഷൻ. അഡ്മിഷനായിട്ട് സ്പെസിഫിക് ആയിട്ട് നോക്കാന്നുണ്ടെങ്കിൽ നിഫ്റ്റിന്റെ എക്സാം നടത്തുന്നത് NT ആണ്, നമ്മളുടെ JEE ഒക്കെ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നടത്തുന്നത്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ പോയാൽ ഈ വെബ്സൈറ്റ് വഴിയാണ് നിഫ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച എന്താണ്, അപ്പോൾ ഇപ്പോഴും ടൈം ഉണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിഫ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. നിഫ്റ്റിന്റെ വെബ്സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിഫ്റ്റിനെ കുറിച്ചിട്ട്, അതായത് നിഫ്റ്റിന്റെ എൻട്രൻസ് എക്സാമിന് അപ്പുറം നിഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് നോക്കിയാൽ മതി. അപ്പോ അതാണ് നിഫ്റ്റിന്റെ കാര്യം പറയുന്നത്. ഞാൻ പറഞ്ഞ ലിങ്ക് ഒക്കെ ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ
ആവശ്യമുള്ളവർ അത് ചെക്ക് ചെയ്യുന്ന പ്രതീക്ഷ. ഓക്കെ, ഫീ സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ ഓരോ എൻ ഐ ഡിയും എല്ലാ 5 എൻ ഐ ഡിയും എന്താണ് ഓട്ടോണമസ് ആണ്. അപ്പോൾ 5 എൻ ഐ ഡിയിലും ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പോ നിങ്ങൾ കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ പോയി നോക്കുക. പക്ഷെ എന്റെ അറിവില് എൻ ഐ ഡി അഹമ്മദാബാദിൽ ഒരു സെമ്മില് ഏകദേശം 1 ലക്ഷത്തിന്റെ അടുത്ത് ഫീ ഉണ്ട്. അത് ഒരു സെമ്മിലേക്ക് വന്ന് 1.5 ലക്ഷത്തിന്റെ അടുത്ത് ഫീ ഉണ്ട്. ട്യൂഷൻ ഫീ, മെസ് ഫീ, ഹോസ്റ്റൽ ഫീ അടക്കമാണോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. പക്ഷെ 1.5 ലക്ഷം എന്തായാലും ട്യൂഷൻ ഫീ മാത്രം, അല്ലെങ്കിൽ ട്യൂഷൻ ഫീ പ്ലസ് മെസ് പ്ലസ് ഹോസ്റ്റൽ ഫീ വരുന്നുണ്ട്. ബാക്കി ഇപ്പൊ എൻ ഐ ഡി അമരാവതി അല്ലെങ്കിൽ എൻ ഐ ഡി ഞാൻ പഠിച്ച ക്യാമ്പസിലാണെന്നുണ്ടെങ്കിൽ ഒരു സെമ്മില് ട്യൂഷൻ ഫീ വരുന്നത് 1 ലക്ഷമായിരുന്നു. അപ്പോ ഫീ അത്യാവശ്യം ഉണ്ട്. എൻ ഐ ഡിയിലോട്ട് ഡിസൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എൻ ഐ ഡിയിലും നിഫ്റ്റിലും ഫീ അത്യാവശ്യം ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഒരുപാട് എന്താ പറയാ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. കാരണം നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്കോളർഷിപ്സ് ഉണ്ട്. അപ്പൊ അതും ചെക്ക് ചെയ്യാം. പക്ഷെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ബാക്കി നമ്മൾ കോഴ്സ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലായിരിക്കും. ഐ ഐ ടിയിൽ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി കുറവാണ്. കറക്റ്റ് എത്രയാന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഫീ സ്ട്രക്ചർ എൻ ഐ ഡികളിൽ ചുരുങ്ങിയത് ഒരു സെമ്മില് ചുരുങ്ങിയത് 50,000 രൂപയെങ്കിലും ട്യൂഷൻ ഫീ മാത്രം ഉണ്ടാവും. അപ്പം ഇപ്പൊ 4 വർഷത്തെ കോഴ്സാണ് എൻ ഐ ഡികളിൽ ഉള്ളത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കൊരു എമൗണ്ട് കിട്ടും. മാസ്റ്റേഴ്സിനും അതിലും കൂടുതലാണ്. മാസ്റ്റേഴ്സിന് അതിലും കൂടുതലാണ്. എത്രയാണ് കറക്റ്റ് എനിക്കറിയില്ല. അങ്ങനെയാണ്. അപ്പൊ അതാ പറഞ്ഞത്, ബാച്ചിലേഴ്സിന് 8 സെമ്മാണുള്ളത്. 8 സെമ്മാണുള്ളത്. മാസ്റ്റേഴ്സിന് 4 സെം, 2 വർഷമാണ് മാസ്റ്റേഴ്സ്. മാസ്റ്റേഴ്സ് പറഞ്ഞ പോലെ എൻ ഐ ഡി അഹമ്മദാബാദ്, ഗാന്ധിനഗർ, ബാംഗ്ലൂരിലാണുള്ളത്. അപ്പോൾ ചിലയിടത്ത് എൻ ഐ ഡി അഹമ്മദാബാദിൽ എനിക്ക് തോന്നുന്നു മാസ്റ്റേഴ്സ് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ സൗകര്യം ഇല്ല. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഫീ സ്ട്രക്ചർ നോക്കുമ്പോൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇങ്ങനെയാണ് ഒരു ബേസിക് ഫീ സ്ട്രക്ചർ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത്രത്തോളം ഒരു മിനിമം എത്രത്തോളം വരാറുണ്ട് എൻ ഐ ഡികളിലും. നിഫ്റ്റിന്റെയും യുസിഡിന്റെയും കാര്യം കറക്റ്റ് എനിക്കറിയില്ല. അതവരുടെ നിഫ്റ്റിന്റെ യുസിഡിന്റെ വെബ്സൈറ്റ് നോക്കിയാൽ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ബ്രോഷർ വെബ്സൈറ്റിൽ നിന്ന് കാണാം. അപ്പൊ അതന്നെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഫീ സ്ട്രക്ചർ എന്നുള്ളത്. ഓക്കെ, വേറെ പ്രധാനപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും? അത് ഡിപ്പെൻഡ്സ് ഓൺ സ്കോളർഷിപ്പ്. ഏത് സ്കോളർഷിപ്പാണ് നമ്മൾ കിട്ടുന്നത് അല്ലെങ്കിൽ ഏത് സ്കോളർഷിപ്പാണ് നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിരിക്കും. ഇപ്പൊ എൻ ഐ ഡി അഹമ്മദാബാദിൽ ഒരുപാട് സ്കോളർഷിപ്സ് ഉണ്ട്, നമ്മളെ ഫുൾ ട്യൂഷൻ ഫീ കവർ ചെയ്യുന്ന രീതിയിലുള്ള. പക്ഷെ ബാക്കിയുള്ളിടത്തൊക്കെ ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന, സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്സ് ഒക്കെ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എൻ ഐ ഡി അഹമ്മദാബാദ് പറയാൻ കാരണം അവിടെ കുറെ പ്രൈവറ്റ് സ്കോളർഷിപ്സും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു സ്കോളർഷിപ്സിന്റെ കാര്യം പറയുമ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാത്ത ഒരുപാട് സ്കോളർഷിപ്സ് ഉണ്ടാവും. അപ്പൊ അതും നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോ ഹാഫ് ഓഫ് ദ എക്സ്പെൻസ് കവർ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ കിട്ടുന്ന സ്കോളർഷിപ്സ് അനുസരിച്ചിരിക്കും. അപ്പൊ അതിനെ പറ്റി ഒന്ന് തറവായിട്ട് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ചെയ്യേണ്ട കാര്യം. അപ്പോ നമുക്കറിയാത്ത ഒരുപാട് സ്കോളർഷിപ്സ് ഉണ്ട്. ഓക്കെ, വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് അവസാനിപ്പിക്കാന്ന് തോന്നുന്നു. എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ സാറിന്റെ നമ്പർ ചാറ്റ് ബോക്സിലുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ ഐക്യു കരിയറിന്റെ ഗ്രൂപ്പുകളിലും ചോദിച്ചാൽ പരമാവധി ഞങ്ങൾ അതിന് ഉത്തരം നൽകാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും ഈ ഒരു സെഷൻ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത ഷബീർ സാറിന് വളരെ ഐക്യു കരിയറിന്റെയും അതുപോലെ തന്നെ അവർ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഞാൻ മുഴുവനായിട്ട് തന്നെ കേട്ടിരുന്നു. അപ്പോൾ ഒരുപാട് ഇതുവരെ അറിയാത്ത ഒരുപാട് ഇൻഫർമേഷൻ അറിയാൻ പറ്റി എന്നുള്ളതാണ്. ഏതായാലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനുള്ള മാർഗം മറ്റുള്ളവർ സ്വീകരിക്കുകയും ഈ ഒരു സെഷനെ വളരെ നല്ല രീതിയിൽ തന്നെ ഫ്രൂട്ട്ഫുൾ ആക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കും ഐക്യു കരിയറിന്റെ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.